Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പ്രകടന പത്രിക ഇന്നലെയാണ് പുറത്തിറക്കിയത്. ഇന്ന് ആ പ്രകടന പത്രികയെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. വലിയ വിമർശനങ്ങൾ ഉയരുന്നു. CAA കുറിച്ച് പ്രകടന പത്രികയിൽ മൗനം എന്നത് ഇടതുപക്ഷം ആയുധമാക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഈ പ്രകടന പത്രികയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ജയിക്കാനല്ല മത്സരിക്കുന്നത് എന്നതാണ് വിമർശനം. നമുക്ക് വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ നോക്കാം. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. कांग्रेस के घोषणा पत्र में वही सोच झलकती है जो सोच आजादी के आंदोलन के समय मुस्लिम लीग में थी. കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്രിക തയ്യാറാക്കിയത് ലീഗ് ഇടത് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ, ജയിക്കാനല്ല പ്രതിപക്ഷം മത്സരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. കോൺഗ്രസ് റാലിക്ക് രാജസ്ഥാനിലെ ജയ്പൂരിൽ തുടക്കം. പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന് മൗനമെന്ന് CPM. വിമർശിച്ച് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ആധിപത്യമാണ് പാർട്ടിയിലെന്ന് സജി. കോട്ടയത്തെ UDF തകർച്ചയുടെ വക്കിലെന്ന് മന്ത്രി VN വാസുദേവൻ. മത്സരം LDFും UDFും തമ്മിൽ. BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്ന് മുഖ്യമന്ത്രി. SDPI പിന്തുണയിൽ ഇനി വിശദീകരിക്കാനില്ലെന്ന് VD സതീശൻ. ആറ്റിങ്ങലിൽ കോൺഗ്രസിന് തിരിച്ചടി. വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് CPMൽ. അടൂർ പ്രകാശിന് BJP ബന്ധമെന്ന് ശശി. ശശിയെ പുറത്താക്കിയതാണെന്ന് കോൺഗ്രസ്. വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ലീഗിന്റെയും ഇടതുപക്ഷത്തിന്റെയും താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന വിമർശനം. ഉത്തർപ്രദേശിലെ സഹറംപൂരിലെ റാലിയിലാണ് മോദിയുടെ വിമർശനം. ജയിക്കാൻ വേണ്ടിയല്ല ഇത്തവണ പ്രതിപക്ഷം മത്സരിക്കുന്നതെന്നും BJPയുടെ പ്രകടനം 370 സീറ്റിന് താഴെ ഒതുക്കി നിർത്താനാണ് ശ്രമമെന്നും മോദി പരിഹസിച്ചു. कभी जिस कांग्रेस ने आजादी की लड़ाई लड़ी थी और कैसे बड़े बड़े दिग्गज कांग्रेस के साथ जुड़े हुए थे, महात्मा गांधी का नाम जुड़ा हुआ था, लेकिन आज देश एक स्वर से कह रहा है आजादी की लड़ाई लड़ने वाली वो कांग्रेस तो दशकों पहले ही समाप्त हो चुकी है. अब जो कांग्रेस बची है उसके पास ना देश हित में नीतियां हैं और ना ही राष्ट्र निर्माण का विजन. आपने देखा होगा कल कांग्रेस ने जिस तरह का घोषणा पत्र जारी किया है उससे साबित हो गया है कि आज की कांग्रेस आज के भारत की आशाओं आकांक्षाओं से पूरी तरह कट चुकी है. कांग्रेस के घोषणा पत्र में वही सोच झलकती है जो सोच आजादी के आंदोलन के समय मुस्लिम लीग में थी. कांग्रेस के घोषणा पत्र में पूरी तरह मुस्लिम लीग की छाप है और इस मुस्लिम लीग वाले घोषणा पत्र में जो कुछ हिस्सा बचा खुचा रह गया उसमें वामपंथी पूरी तरह हावी हो चुके हैं. कुल मिलाकर कांग्रेस इसमें दूर दूर तक नहीं दिखाई देती है. ऐसी कांग्रेस
21वीं सदी में भारत को आगे नहीं बढ़ा सकती. പ്രകടനപത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസിന്റെ റാലിക്ക് തുടക്കമായി. പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് റാലിയുടെ ലക്ഷ്യം. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുന്നു. माला पहना के आदरणीय अशोक जी गहलोत साहब उनका स्वागत करें. शॉल उड़ाकर आदरणीय सचिन जी पायलट साहब उनका स्वागत करें. माला पहनाकर हमारे सह प्रभारी चिरंजीव राव जी उनका स्वागत करें. आज मुझे बहुत खुशी है, गर्व भी है कि आज पहली बार കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൌനം പാലിച്ചത് ആയുധമാക്കി CPM. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കോൺഗ്രസിനെതിരെ രംഗത്തുവന്നു. രാജ്യം നേരിടുന്ന ഗൌരവമായ വിഷയത്തിൽ കുറ്റകരമായ മൌനമാണ് കോൺഗ്രസിന്റേതെന്നാണ് വിമർശനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇന്ത്യ എന്ന ആശയത്തിനുമേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ ഗൗരവത്തോടെ സമീപിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ CAA പറ്റി, പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടിതമായ രൂപമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CA അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക സംഘപരിവാർ രാഷ്ട്രീയത്തെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. ഒപ്പം തന്നെ CA വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് CA വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ കോൺഗ്രസ് കാണിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം CA വിഷയത്തിലും ഒപ്പം തന്നെ കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിലും മൌനം പാലിക്കുന്നു, അതിൽ വ്യക്തത വരുത്താനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. CA വിഷയത്തിൽ നേതാക്കന്മാരടക്കം പ്രതികരിക്കാൻ തയ്യാറാവാത്തതിനെ സംബന്ധിച്ചുള്ള ആരോപണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത് പ്രചാരണ ആയുധമാക്കാനാണ് LDF നോക്കുന്നത്. അതിൽ തന്നെ CA വിഷയവും കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാണിച്ച് പലസ്തീൻ വിഷയവും അടക്കം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതും. പ്രകടന പത്രികയിലെ ഈ വിഷയങ്ങൾ തന്നെ മുഖ്യ ആയുധമായി ഉയർത്തി കാണിക്കാനുമാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ തന്നെ എല്ലാ വേദികളിലെയും പ്രസംഗങ്ങളിൽ അത് പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൌരത്വ ഭേദഗതി എന്ന വിഷയം ഉണ്ടാകരുതെന്ന നിർബന്ധം UDF-നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ, രാജ്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ പാർട്ടിക്ക്, പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ഒന്നും പറയാനില്ലേ എന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ഭരണഘടനാ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM മുന്നോട്ട് വെക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ കശ്മീർ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സമരസപ്പെടലിന് മറ്റൊരു ഉദാഹരണമായാണ് കശ്മീർ വിഷയം. അതായത് CA വിഷയത്തിൽ കോൺഗ്രസ് ഗൌരവകരമായ മൌനം പാലിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കശ്മീർ വിഷയം ഉണ്ടായപ്പോഴും കോൺഗ്രസ് ആ രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സമരസപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് കശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല ശശി തരൂരിനെതിരെയും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഇസ്രായേലിന് അനുകൂലമായാണ് ശശി തരൂർ സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല മോദിക്കെതിരെ താൻ സംസാരിക്കില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്റെ പ്രസംഗം നന്നായി കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പൊള്ളും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും വലിയ വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ അതേ രീതിയിൽ തന്നെയാണ്
CPM സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രതികരണമുണ്ടായത്. ഈ കോൺഗ്രസിന്റെ പൗരത്വ നിയമത്തെപ്പറ്റി കോൺഗ്രസിന് മൗനമാണ് എന്നുള്ളതാണ് MP ഗോവിന്ദനും പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇക്കാര്യം വ്യക്തമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. കേരളത്തിലെ ജനത്തെ വഞ്ചിക്കുന്നതിന് തെളിവാണ് കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിലുമുള്ള കുറ്റപ്പെടുത്തലും MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും പ്രകടന പത്രികയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CA വിഷയവും ഒപ്പം തന്നെ കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാട്ടി പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയം തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമാക്കാനാണ് CPMന്റെ തീരുമാനം. അതിന് മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും നമുക്ക് വ്യക്തമായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വോട്ടെടുപ്പിന് 20 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അതേസമയം പൊട്ടിത്തെറിയാണ്. കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഏകാധിപത്യമാണ് പാർട്ടിയിലെന്നും തന്നെ പലതവണ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യം, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, ഇതാണ് ഞാൻ രാജിവെക്കാനുള്ള എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസ് മാണി ജോസഫ് സംയുക്ത കേരള കോൺഗ്രസിന്റെ യൂത്തിന്റെ പ്രസിഡന്റായിരുന്നു. അന്ന് എനിക്കൊരിക്കലും ഇടതുപക്ഷത്ത് പോകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടും CF തോമസ് സാറ്, കേരള കോൺഗ്രസ് കൈമാണി സാറ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവ് CF സാറ്, അദ്ദേഹം PJ ജോസഫിനെ നേതാവായി നമ്മൾ കാണും, UDF തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ കേരള കോൺഗ്രസിൽ ജോസഫ് സാറിനെ നേതാവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം യൂത്ത് പ്രസിഡന്റായി ഞാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഉടനെ എന്നോട് പാർട്ടി ചെയർമാൻ ആവശ്യപ്പെട്ടു കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ആവണം. ഞാൻ അദ്ദേഹത്തോട് സാറേ, ഞാൻ യൂത്ത് പ്രസിഡന്റായി തുടരാം, എനിക്ക് ഇത് സാമ്പത്തികമായി ഈ വലിയ ഭാരം എനിക്ക് ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും മോൻസ് ജോസഫ് എന്നെ നിർബന്ധിച്ചു, ജോയി എബ്രഹാം നിർബന്ധിച്ചു, എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ജില്ലാ പ്രസിഡന്റായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, അന്ന് പാർട്ടിയുടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് എക്കാലത്തും UDFിന്റെ ജില്ലാ ചെയർമാൻ. പക്ഷെ അന്ന് പ്രിയപ്പെട്ട മോൻസ് ജോസഫ് പോലും അദ്ദേഹത്തിന് വേണം, അദ്ദേഹം സംസ്ഥാന UDFിലെ ആളാണ്. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ ജില്ലാ കാലാകാലങ്ങളിൽ സാർ ഉൾപ്പെടെ ആര് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ടോ അവരാണ് ജില്ലാ ചെയർമാനായിരിക്കും. അന്ന് ജില്ലാ ചെയർമാൻ സാർ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. തുടർന്ന് ഞാനൊന്നും വിട്ടാൻ പറ്റും. ജോസഫ് സാർ പറഞ്ഞു, സജി സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. എനിക്ക് ജോസഫ് സാറിന് വിശ്വാസമായിരുന്നു. ഏതായാലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജോസഫ് സാറിനോട് പറഞ്ഞു, സജി അടുത്ത പ്രാവശ്യം കോട്ടയത്ത് ഒരു സീറ്റിൽ മത്സരിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, നമുക്ക് പൂഞ്ഞാർ സീറ്റ് സജി മത്സരിക്കും. ഞാൻ സാറേ, പൂഞ്ഞാർ സീറ്റ് നമുക്ക് കിട്ടുമെങ്കിൽ ഞാൻ മത്സരിക്കാം. പൂഞ്ഞാർ സീറ്റ് കൂടെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. 3 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ നമുക്ക് ആദ്യം ഒഴിവാക്കണം, വിജയ സാധ്യത ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു രണ്ടാമതൊരു സീറ്റ് ചങ്ങനാശ്ശേരി ഉണ്ട്, ഏറ്റുമാനൂരിൽ എന്നെ പരിഗണിക്കും. പക്ഷേ സംഭവിച്ചത് ആ സമയത്ത് പാർട്ടിയിലില്ലാത്ത ആളെ പുതുതായി പാർട്ടിയിലേക്ക് കൊണ്ടു. ജോസഫ് സാറിനെ ഒരു കുറ്റക്കാരനെന്ന് ഞാൻ പറയില്ല. ജോസഫ് സാറിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. കൊണ്ടുവന്ന് ഏറ്റുമാനൂർ സീറ്റ് എനിക്ക് തന്നില്ല, ചങ്ങനാശ്ശേരി സീറ്റ് എനിക്ക് തന്നില്ല, മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ മാറുന്നു. ആ സമയത്താണ് ജോസഫ് സാർ ഇടപെട്ട് എനിക്ക് ജില്ലാ UDF ചെയർമാൻ സ്ഥാനം വാങ്ങി തന്നു. കോട്ടയത്തെ UDF രാഷ്ട്രീയം തകർച്ചയുടെ വക്കിലെന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. ഇടത് മുന്നേറ്റമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പലിന്റെ രാജി. ചാഴിക്കാടിന് അനുകൂലമായ സാഹചര്യം സജി നന്നായി മനസ്സിലാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ജോസഫ് ഗ്രൂപ്പിന് വംശനാശം സംഭവിക്കും. ആരും അനാഥരാകില്ലെന്നും ഇടതു മുന്നണിയിലേക്ക് വരണോ എന്ന് നിലപാടെടുക്കേണ്ടത് സജി തന്നെയാണെന്നും VN വാസവൻ പറഞ്ഞു. UDF രാഷ്ട്രീയം തകർച്ചയുടെ വക്കിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യം വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ വമ്പിച്ച ജനകീയ മുന്നേറ്റത്തിൻ്റെ പ്രതിഫലനമാണ് കോട്ടയത്ത് UDFിൻ്റെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെച്ച് അതിനോട് വിട പറഞ്ഞിരിക്കുന്നു. കോട്ടയം UDFിൻ്റെ കോട്ടയാണെന്നായിരുന്നു അവർ അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ കോട്ടയങ്ങൾ തകർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ കിട്ടിയിരുന്നു കോട്ടയത്ത്. ആ മേൽക്കൈ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വലിയ മുന്നേറ്റം കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഇതിനോടകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികോടിന് അനുകൂലമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലം ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
കോട്ടയത്ത് NDA UDF അന്തർധാരയെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. കോൺഗ്രസ് പോഷക സംഘടനാ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നോമിനേഷൻ തയ്യാറാക്കിയത്. കിടങ്ങൂർ പഞ്ചായത്തിൽ UDF BJP ഭരണമാണ്, അതിന്റെ തുടർച്ചയാണ് കോട്ടയത്തെന്നും സ്റ്റീഫൻ ജോർജ് ആരോപിച്ചു. അങ്ങനെ കോട്ടയത്തെ കോൺഗ്രസിന്റെ പ്രധാന പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA പ്രസാദാണ് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതും അഫിഡവിറ്റിൽ നോട്ടറി എന്ന നിലയിൽ ഒപ്പിട്ടുള്ളതും എല്ലാം അദ്ദേഹമാണ്. എൻ്റെ എവിഡൻസ് എല്ലാം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിരവധി ആളുകൾ BJP പിന്തുണയ്ക്കുന്നുണ്ടായിട്ടും അവരെല്ലാം മാറ്റി നിർത്തി ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഈ നോമിനേഷൻ എല്ലാം പൂരിപ്പിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിൻ്റെ സ്ക്രൂട്ടണി എടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു അന്തർധാര ഇവിടെ വ്യക്തമായി ഉണ്ട് എന്നാണ്. ആശയപരമായി പരസ്പരം മിണ്ടാൻ കഴിയാത്ത, ആശയപരമായി പരസ്പരം യോജിക്കാൻ കഴിയാത്ത രണ്ട് പാർട്ടിയാണ് കോൺഗ്രസും BJPയും. പക്ഷേ ഇക്കാര്യത്തിൽ ഇതാ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPMൽ ചേർന്നു. അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വെള്ളനാട് ശശിയുടെ പ്രതികരണം. BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുതെന്ന അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വെള്ളനാട് ശശി പറഞ്ഞു. അതേസമയം ശശിയെ പുറത്താക്കിയതാണെന്നും വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലാണ് നടപടിയെന്നുമാണ് DCC നേതൃത്വത്തിന്റെ വിശദീകരണം. ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ വെള്ളനാട് ശശി വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റ് പാലോട് രവിയാണ് അഴിമതിക്കാരനെന്നും വിമർശനം. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം. ആ 2 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശം നിൽക്കുമ്പോൾ അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തലാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവർ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്കൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്കൂലിയാണ്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഗതി വരില്ല. ഞാൻ അതിൽ നിൽക്കേണ്ടി വരുവാണ്. ഇടവേള. പ്ലേ ഓഫ് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് വടക്ക് കിഴക്കിന്റെ മണ്ണിൽ ആവേശപ്പോര്. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഇന്ന് വൈകിട്ട് 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ പാനൂരിലെ സ്ഫോടനം വടകര മണ്ഡലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി UDF. ബോംബ് രാഷ്ട്രീയത്തിനെതിരെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശ ജാഥ സംഘടിപ്പിച്ചു. കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷെറിൻ ഇന്നലെയാണ് മരിച്ചത്. എന്നാൽ ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്നതാണ് CPMന്റെ നിലപാട്. എന്തിനാ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെ നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് 100% ഉറപ്പാണെന്ന്. നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ? നിങ്ങൾ പറയുന്നു 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6ലും നിങ്ങളുടെ MLA-മാരാണെന്ന്. നിങ്ങൾ പറയുന്നു 7ലെ 6 കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നു, അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ്? ദേവീതി നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ CPM-കാരോടും ഞാൻ പറയുന്നു, നിങ്ങളും അനുവദിക്കരുത്. അറിഞ്ഞും അറിയാതെയും ഇതിനൊരു പിന്തുണ കൊടുക്കരുത്. ഇത് ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാക്കേണ്ടതായില്ല. ഇവിടെ
അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അറിയില്ല. എനിക്ക് അത്തരം റിപ്പോർട്ട്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും BJP ജയിക്കില്ലെന്ന് മാത്രമല്ല ഒരിടത്തും 2ാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 നേമത്ത് BJP അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് BJPക്ക് പോലും അറിയില്ല. കോൺഗ്രസ് വോട്ട് ചോർന്നതുകൊണ്ടാണ് നേമത്ത് BJP വിജയിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളാണ്. ഈ 20-ൽ ഒന്നിൽ പോലും BJP ജയിക്കില്ല. മാത്രമല്ല ഈ 20-ലും 20-ലും BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. UDF-നുള്ള SDPI പിന്തുണയെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യൂസ് 18നോട്. മലയാളം മനസ്സിലാകുന്നവർക്ക് പറഞ്ഞതിന്റെ അർത്ഥവും മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വേണ്ടെന്ന് പറയാൻ UDF-ന് മാത്രമേ കഴിയൂ. കേസ് കൊടുക്കുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഭയമില്ലെന്നും VD സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു വലിയ ചൂടിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. അന്തരീക്ഷം പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നമുക്കൊപ്പം ചേരുന്നു. എന്താണ് പൊതുവിലുള്ളൊരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത്? അല്ല, വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും അമർഷവും രോഷവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. 2, ദേശീയ തലത്തിൽ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ, ഈ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് മതേതര കേരളം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു മാറ്റമുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായി UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡ് ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 ഈ പ്രാവശ്യം ആ നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിച്ച് 20-ൽ 20 സീറ്റും ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് ഈ SDPI വോട്ട് വാഗ്ദാനം ചെയ്യുന്നു. അത് വളരെ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കാൻ മറ്റാർക്കെങ്കിലും ആർജവം ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നു. ഈ വിവാദം അത് ഒരു അവസാനിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയിൽ വ്യക്തതയില്ല എന്നാണ് കുറച്ചു സമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അവർക്ക് മലയാളം ശരിക്കും അറിയില്ല കേട്ടാണ്. മനസ്സിലായില്ലെങ്കിൽ ആ 4 വാചകം വളരെ കൃത്യമായ വാചകമാണ്. ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഒരു തരത്തിലും സമരസപ്പെടില്ല. UDF-ഉം കോൺഗ്രസും അതിനെ ശക്തിയായി എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ UDF സ്വീകരിക്കില്ല. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് SDPI നൽകിയ പിന്തുണയെയും ഞങ്ങൾ സമീപിക്കുന്നത്. അതായത് സ്വീകരിക്കില്ല. അതിനേക്കാൾ പിന്നെ മലയാളം ഏത് വാക്കാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞുതരാൻ പറ. അതിനേക്കാൾ നല്ലൊരു വാചകം ഗോവിന്ദ മാഷ് പറഞ്ഞുതരാൻ പറ. ഇവര് വിചാരിച്ചത് ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണ കൊടുത്താൽ ഇവരൊക്കെ ഇതിന്റെ പുറകെ നടക്കുന്ന ആളാണ്. ഈ ഗോവിന്ദ മാഷിന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് ചോദിക്കുന്ന ആളല്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന ആളല്ല. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ നികുതി വെട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ എറണാകുളം ACJM കോടതി നടപടി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇത്തരം തിരിച്ചടികൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ മുഖ്യമന്ത്രിക്കും കൂടെയുള്ളവർക്കും ഏതെങ്കിലും ഒരാളെ തെരഞ്ഞെടുപ്പിൽ നിർത്താൻ കഴിയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കോടതി വിധി എങ്ങനെ? അത് കോടതിയല്ല, കോടതി പറഞ്ഞു. തുടർ നടപടി അത് അങ്ങേയറ്റം വരെ തന്നെ. ഏതാ കേസ് തള്ളാനാവില്ല എന്നല്ലേ കോടതി പറഞ്ഞത്, ACJM കോടതി പറഞ്ഞത്. അതെ, അതുമായി മുന്നോട്ട് പോകും. അത് പോരാട്ടം തന്നെയാണ്. അത് ഇലക്ഷനെ ബാധിക്കുമോ? എന്തിനു ബാധിക്കണം? അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങേരുടെ ഏതെങ്കിലും ഒരാളെ നിർത്താൻ പറ്റുമോ കേരളത്തിൽ? പറ്റുമോ? ഇലക്ഷന്റെ കെയർ ഓഫിൽ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക്. അത്രയേ ഉള്ളൂ. എല്ലാ കേസുകളും അങ്ങനെയാണ്. കരുവന്നൂര് നടന്നതിനും കൊടുത്തില്ലേ കേസ്? അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. അതാണ് ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല, അത് കോടതിയാണ്. ആ വാഹന രജിസ്ട്രേഷൻ നികുതി വെട്ടിപ്പ് സംഭവം നടത്തില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു. ഞാൻ അതുപോലും പറയാൻ പാടില്ല, അത് കോടതി പറയും. കോടതി പറയട്ടെ, കോടതി അത് തന്നെയാണ് പറയാൻ പോകുന്നത്. പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. പ്ലേ ഓഫ് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് വടക്ക് കിഴക്കിന്റെ മണ്ണിൽ ആവേശപ്പോര്. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഇന്ന് വൈകിട്ട് 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. CAA